കേരളത്തിലെ ആശുപത്രികളുടെ എണ്ണം എടുത്ത് നോക്കും, 90% പ്രൈവറ്റ് ആശുപത്രികളാണ്, 10% ഉള്ളൂ ഗവൺമെൻറ് ആശുപത്രികൾ. ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് പേരിട്ട് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആകുമോ? ആവില്ലല്ലോ. എല്ലാ ജില്ലയിലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? സർവ്വസൗകര്യങ്ങളും ഉണ്ടെന്നോ? ഒന്നുമല്ല. മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ചെയ്തുള്ള ഹോസ്പിറ്റൽ, ഇതാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അല്ല, അതവിടെ വേറെ യാതൊരു സ്പെഷ്യാലിറ്റി ഇല്ല. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നേരത്തെ എവിടെയായിരുന്നു? സിറ്റിക്കുള്ളിൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സിറ്റിക്കുള്ളിൽ, കോളേജ് വണ്ടാനത്ത്. ഏകദേശം 5-8 കിലോമീറ്റർ ദൂരം ആശുപത്രിയും കോളേജും തമ്മിൽ. അത് ശരിയല്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കൗൺസിലൊക്കെ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടാനത്ത് ആശുപത്രി തുടങ്ങി. അതിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജായി. ഈ സിറ്റിയിലുണ്ടായിരുന്ന ആശുപത്രിയെ ആലപ്പുഴ ജനറൽ ആശുപത്രി എന്ന് നാമകരണം ചെയ്തു. ഇപ്പോഴും ആലപ്പുഴയിലും എറണാകുളത്തുള്ളവരും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാറുണ്ട്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജാണ് ഒരു സ്റ്റാൻഡേർഡ് എല്ലാ സൗകര്യങ്ങളും ഉള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നുള്ള സങ്കല്പം ജനങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എറണാകുളത്തു നിന്നും ആലപ്പുഴയ്ക്ക് നിന്ന് എനിക്ക് എത്രയോ കേസുകൾ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് പറയും. എസ്പെഷ്യലി ന്യൂറോ പ്രശ്നങ്ങളൊക്കെ കോട്ടയത്താണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഒറിജിനലി എല്ലാ സൗകര്യങ്ങളും ഉള്ള മെഡിക്കൽ കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട്. അതല്ലാതെ മെഡിക്കൽ കോളേജുണ്ട്, അതിൻ്റെ കൂടെ ഒരു ആശുപത്രിയും വെച്ചിരിക്കുന്നു. ആ ആശുപത്രിക്ക് ചില ചിട്ടകളൊക്കെ മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട്. മിനിമം 300 ബെഡ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെയാണ്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് മാനേജ് ചെയ്ത് കൊണ്ടുപോവാണ് ഇവർ.